ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഒരു തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കുറച്ച് നാളായി ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സിബിഷൻ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൂടെ കൂടാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എക്സിബിഷൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഏകദേശം അവസാനിക്കാറൊക്കെ ആയിട്ട് അപ്പോഴാണ് നമ്മളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയ അവസരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് കാണാനായിട്ട്. പോകെ അതിന് ഇൻട്രസ്റ്റൊക്കെ കുറഞ്ഞു വന്നതായിരുന്നു. കാരണം എക്സിബിഷൻ എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് തോന്നൂലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ കാശിന് കുറച്ച് ചിലവുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഉത്സാഹമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും എക്സിബിഷൻ ഇവിടെ നടക്കാറുണ്ടെങ്കിലും നമ്മൾ എല്ലാ വർഷമൊന്നും പോകാറില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഒന്ന് പോയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അയൽവാസിയും ചേട്ടൻ്റെ കൂട്ടുകാരനും ഫാമിലിയൊക്കെ പോകുന്നുണ്ട്, നമ്മളോട് കൂടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്രാവശ്യം സ്കൂൾ വെക്കേഷനായിട്ട് പുറത്തേക്ക് അങ്ങനെ പോവുകയോ വീട്ടിലധികം നിൽക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബോറടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് അവർ ചോദിച്ചത്. അപ്പോൾ എന്തായാലും അവരെ കൂടെ നമ്മളൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് മേടിക്കാനായിട്ട് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ പോയി അവിടെ ആദ്യമൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, തുടക്കത്തിലും കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഇടയ്ക്ക് ആൾക്കാരൊക്കെ കാണുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് മടിയും കാണുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ പോകെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സുകൾക്കൊക്കെ വില കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2-4 വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കാനായാലും നമ്മുടെ വീട്ടിലങ്ങനെ അത്രയും വലിയ ഗ്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലത്തെ കുറച്ച് ഗ്ലാസ്സൊക്കെ മേടിക്കണം. നമ്മൾ വിഷുവിനൊക്കെ ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ചെറിയൊരു ഗ്ലാസ് ആയിരുന്നു. അതിൽ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുപോലത്തെ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഗ്ലാസ് വാങ്ങിച്ചു. പിന്നെ നമ്മളുടെ ഉപ്പൊക്കെ ഇട്ടയ്ക്കാനുള്ള ഭരണി ഉണ്ടല്ലോ, നമുക്ക് കല്ലുപ്പൊക്കെ ഇട്ടയ്ക്കാനൊരു ഭരണി ഉണ്ടായിരുന്നു. പിന്നെ പൊടിപ്പും കൂടി ഒരു ഭരണിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഭരണി വാങ്ങിച്ചു. പിന്നെ അല്ലറ ചില്ലറ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, നമ്മൾ മുളക് ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടു കഴിഞ്ഞ് പിന്നെ വേണ്ടാന്ന് വെക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ശ്രീകുട്ടനെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഈ ഒരു യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അത് വെച്ച് നോക്കണം എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് ഒന്ന് അവനും കൂടി ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. 50 രൂപയാണ് ഫീസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനതിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് നമുക്ക് പൈസ ഒന്നും കിട്ടി പൈസയൊക്കെ പോയിട്ട്. കാരണം നമ്മൾ 6 ബോള് 50 രൂപ. അതിന് കണക്ക് കൂട്ടി വരുമ്പോൾ 18 മുകളിലുള്ള നമ്പർ വന്നാലാണ് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരുള്ളൂ. അപ്പോൾ നമുക്ക് 18-ലും താഴെയാണ് നമ്പർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു പൈസ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വഞ്ചി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ആടണത്, അതിൽ കയറണമെന്നും കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ വൈബിലൊത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ കയറാനൊക്കെ ഒരു ഉത്സാഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നുകൊണ്ട് അവരും ഞങ്ങളൊക്കെ കൂടിയിട്ട് ആ ഒരു സംഭവത്തിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ലച്ചുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ അതിലിരുന്ന് എന്തായാലും നിലവിളിക്ക് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവളതിനെ അവിടെ നിർത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ആദ്യം നല്ല സ്പീഡ് കുറച്ചിട്ടാണ് ആടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോകെ സ്പീഡ് കൂടി ശ്രീകുട്ടനടക്കം പേടിയായിട്ടുണ്ടായിരുന്നു. ഏതായാലും 100 രൂപയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത്യാവശ്യം നേരിട്ട് ആട്ടിച്ചു. നമുക്ക് 100 രൂപ മുതലാക്കി തന്നെ പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഛർദ്ദിക്കാനൊക്കെ വന്ന് തലകറക്കം പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വേറെ റൈഡിലൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. പിന്നെ കുട്ടികളെങ്ങനെ ലച്ചുവിനെ ഈ ഒരു ട്രെയിനിൽ ഇരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം അവൾ വേറെ ഒന്നിലും ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ അവരെന്നെ അതിൽ കയറ്റി ഇരുത്തി.
നോക്കിയത് സാധനം കണ്ട അതിൽ ആൾക്കാർ ഇരുന്നിട്ട് അങ്ങനെ എക്സിബിഷനൊക്കെ കറങ്ങി കണ്ടിട്ട് നമുക്ക് നേരം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. തിരിച്ചിറങ്ങുമ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നാരങ്ങ വെള്ളം അതുപോലെ തന്നെ ഈ ഒരു ബജ്ജികളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.